നമസ്കാരം. തിരുവല്ലയിലെ സ്പാ ജീവനക്കാരിയെ ഗുണ്ടാ സംഘം കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ നിർണായക നീക്കങ്ങളുമായി പോലീസ്. ഒന്നാം പ്രതി മരണസുബിനടക്കം 2 പേർ പിടിയിലായി എങ്കിലും ശേഷിക്കുന്ന 4 പ്രതികൾ സംസ്ഥാനം വിട്ടതായാണ് സൂചന. പോലീസും ഗുണ്ടാ സംഘങ്ങളും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. പീഡനത്തിന് ഒത്താശ ചെയ്തുവെന്ന് കരുതപ്പെടുന്ന സഹപ്രവർത്തകരും സംശയ നിഴലിലാണ്. കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കും. പോലീസുകാർ മാസപ്പടി വാങ്ങുന്നുണ്ടെന്ന ആക്ഷേപത്തിൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ നടന്ന ക്രൂരമായ കൂട്ടബലാത്സംഗ കേസിൽ പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. ഗുണ്ടാ പിരിവ് നൽകാത്തതിനെ തുടർന്ന് ഫെബ്രുവരി 1-ാം തീയതിയാണ് കാപ്പ കേസ് പ്രതി മരണസുബിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്പായിൽ അതിക്രമിച്ചു കയറി യുവതിയെ പീഡിപ്പിച്ചത്. കേസിൽ സുബിൻ അലക്സാണ്ടർ, ബെർലിൻ ഡാസ് എന്നിവരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തതാണ്. ഒളിവിലുള്ള മറ്റു 4 പ്രതികൾ അയൽ സംസ്ഥാനങ്ങളിലേക്ക് കടന്നതായാണ് ലഭിക്കുന്ന വിവരം. ഇവരെ കണ്ടെത്തുവാനായി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. ഇതിനിടെ പീഡനത്തിന് അതേ സ്പായിലെ മറ്റൊരു വനിതാ ജീവനക്കാരി ഒത്താശ ചെയ്തതായി അതിജീവിത മൊഴി നൽകിയിട്ടുണ്ട്. ഈ ജീവനക്കാരിലേക്കും അവരുടെ ആൾ സുഹൃത്തിലേക്കും പോലീസ് അന്വേഷണം നീളുകയാണ്. തിരുവല്ലയിലെ ഗുണ്ടാ സംഘങ്ങളുമായി ചില പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള ബന്ധവും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. ഗുണ്ടാ സംഘങ്ങളിൽ നിന്ന് ചില ഉദ്യോഗസ്ഥർ പതിവായി മാസപ്പടി വാങ്ങുന്നുണ്ടെന്ന ആക്ഷേപത്തിൽ വിജിലൻസ് അന്വേഷണം തുടങ്ങി. പത്തനംതിട്ട SP R ആനന്ദിന്റെ നേതൃത്വത്തിൽ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നാണ് പോലീസ് ഉറപ്പ് നൽകുന്നത്. സംഭവത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. പ്രതികൾക്കായി തിരച്ചിൽ ശക്തമാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുവാനാണ് സാധ്യത. ക്രൂരമായ പീഡനത്തിന് പിന്നിൽ കൃത്യമായ കൊട്ടേഷൻ ഉണ്ടെന്ന അതിജീവിതയുടെ വെളിപ്പെടുത്തൽ പുറത്തു വന്നതോടെ പോലീസ് പ്രതിക്കൂട്ടിലായിരിക്കുകയാണ്. ഉന്നതതല അന്വേഷണം നടത്തുവാൻ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ഇതോടെ ഉത്തരവിടുകയായിരുന്നു. ഫെബ്രുവരി 1-ാം തീയതി തിരുവല്ലയിലെ സ്പാ സെന്ററിൽ നടന്നത് സിനിമയെ പോലും വലുത ക്രൂരമായ നരനായാട്ടാണ്. പണം ആവശ്യപ്പെട്ടെത്തിയ സുബിൻ അലക്സാണ്ടറും 6-അംഗ സംഘവും സ്ഥാപനത്തിൽ അഴിഞ്ഞാടി. ആവശ്യപ്പെട്ട തുക ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെ അതിജീവിതയെ ക്രൂരമായി മർദ്ദിക്കുകയും ലൈംഗികമായി ഉപദ്രവിക്കുകയും ചെയ്തു. കഴുത്തിൽ കത്തിവെച്ച് തന്നെ കീഴടക്കിയാണ് പ്രതികൾ ബലാത്സംഗം ചെയ്തതെന്നാണ് അതിജീവിതയുടെ വെളിപ്പെടുത്തൽ. ആക്രമണത്തിന് പിന്നിൽ കൊട്ടേഷനാണെന്ന് സംശയിക്കുന്നതായി സ്ഥാപന ഉടമയും പ്രതികരിച്ചു. വെളിപ്പെടുത്തലുകൾ ഗൗരവത്തോടെ തന്നെയാണ് അന്വേഷണ സംഘം കാണുന്നത്. പണം ചോദിച്ചെത്തിയ ഗുണ്ടാ സംഘം സ്പായിൽ അതിക്രമം നടത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ആക്രമണങ്ങൾക്കെല്ലാം പിന്നിൽ പോലീസിന് പരോക്ഷമായ പിന്തുണയുണ്ടെന്ന ആരോപണം ശക്തമാണ്. സ്പാ കേന്ദ്രങ്ങളിൽ നിന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരും DYSP ഓഫീസിലെ ഉദ്യോഗസ്ഥരും മാസപ്പടി വാങ്ങുന്നത് ഗുണ്ടകൾക്ക് ഇത്തരം ആക്രമണങ്ങൾ നടത്തുവാൻ പ്രചോദനമായി എന്നാണ് സൂചന. പോലീസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഈ സംഭവത്തിൽ പ്രതികരണവുമായി പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി രംഗത്ത് വരികയായിരുന്നു. ഏതെങ്കിലും പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു പ്രശ്നമുണ്ടായതായി തെളിഞ്ഞാൽ കർശന നടപടി ഉണ്ടാകുമെന്നാണ് ജില്ലാ പോലീസ് മേധാവി R ആനന്ദ് വ്യക്തമാക്കിയിട്ടുള്ളത്. സംഭവം നടന്ന മണിക്കൂറുകൾക്ക് ശേഷം വിവരം അറിഞ്ഞിട്ടും പ്രതികളെ പിടികൂടുവാൻ വൈകുന്നത് പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയാണെന്ന വിമർശനം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. 6 പ്രതികളിൽ 2 പേരെ മാത്രമാണ് പോലീസിന് കണ്ടെത്തുവാൻ സാധിച്ചത്. പ്രതികളിൽ 4 പേർ ഒളിവിലാണ്. സ്പാ ഉടമയിൽ നിന്നും അതിജീവിതയിൽ നിന്നും വിശദമായി മൊഴി ശേഖരിച്ച പോലീസ് കൂടുതൽ തെളിവുകൾ കൂടി പരിശോധിച്ച് ഗൂഢാലോചനയിലെ കൂടുതൽ കണ്ണികളെ ഉടൻ പുറത്തേക്ക് കൊണ്ടുവരുമെന്നാണ് സൂചന. അതേസമയം ഒളിവിൽ കഴിയുന്ന പ്രതികൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുള്ളതായി അന്വേഷണ സംഘം അറിയിച്ചു. പ്രധാന പ്രതിയായ മരണസുബിൻ എന്നറിയപ്പെടുന്ന സുബിൻ അലക്സാണ്ടർ ക്രൂരമായി ബലാത്സംഗം ചെയ്തതായി അതിജീവിത വെളിപ്പെടുത്തുകയായിരുന്നു. 10 പേരടങ്ങുന്ന സംഘമാണ് സ്പായിലെത്തിയത്. 4 പേർ പുറത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിൽ നിന്നും വടിവാൾ എടുക്കുവാൻ പോകുന്നുവെന്ന് പറഞ്ഞുവെന്നും അതിജീവിത വ്യക്തമാക്കി. കൊട്ടേഷനാണെന്നും ഗുണ്ടാ സംഘം പറഞ്ഞിരുന്നുവെന്നും സുബിൻ എന്തോ ലഹരി ഉപയോഗിച്ചിരുന്നുവെന്നും അതിജീവിത വ്യക്തമാക്കി. അതിജീവിതയുടെ പ്രതികരണത്തിൽ പറയുന്നത്, ഈ മുറി അകത്തു നിന്നും സുബിൻ പൂട്ടി 35 മിനിറ്റ് അടച്ചിട്ട മുറിയിൽ തന്നെ ക്രൂരപീഡനത്തിനിരയാക്കിയെന്നും അതിജീവിത പറയുന്നു. തന്റെ വീഡിയോ മരണസുബിൻ ചിത്രീകരിച്ചു. കത്തികൊണ്ട് കഴുത്തിൽ വരഞ്ഞു. പെങ്ങളായി കാണണമെന്ന് പറഞ്ഞപ്പോൾ മുഖത്തടിച്ചു. ദേഹത്ത് മുഴുവൻ സുബിൻ മർദ്ദിച്ചുവെന്നും അതിജീവിത പറഞ്ഞു. ഉടമയോട് 3 ലക്ഷം രൂപ ആവശ്യപ്പെടുവാൻ പറഞ്ഞുവെന്നും അതിജീവിത കൂട്ടിച്ചേർത്തു. സ്പായിൽ നടക്കുന്നത് അനാശാസ്യമാണെന്ന് തന്നെ കൊണ്ട് ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചുവെന്നും അതിജീവിത പറയുന്നുണ്ട്. ഈ വീഡിയോ ഉടമയ്ക്ക് അയച്ച് പണം തട്ടുവാനാണ് ഗുണ്ടാ സംഘം ശ്രമിച്ചത്. ബലാത്സംഗത്തിന് ശേഷം സ്ഥാപനത്തിന്റെ മുകളിൽ നിന്ന് ചാടി മരിക്കുവാൻ തീരുമാനിച്ചുവെന്നും ഉടമ തനിക്ക് ധൈര്യം നൽകുകയായിരുന്നുവെന്നുമാണ് അതിജീവിത വ്യക്തമാക്കുന്നത്. മുഴുവൻ പ്രതികളെയും പിടികൂടണമെന്നും അതിജീവിത ആവശ്യപ്പെടുന്നുണ്ട്.
ഇതിനിടെ സംഭവത്തിൽ ഗുരുതര ആരോപണമായി സ്പാ ഉടമയും രംഗത്ത് വരികയായിരുന്നു. ബലാത്സംഗം കൊട്ടേഷനാണെന്നും കൊട്ടേഷൻ നൽകിയത് തിരുവല്ലയിലെ മറ്റൊരു സ്പാ ഉടമയാണെന്നുമാണ് ഈ ഉടമ വ്യക്തമാക്കുന്നത്. തന്റെ ബിസിനസ് തകർക്കുവാൻ ശ്രമം നടത്തുകയാണെന്നും ഉടമ പറഞ്ഞു. ഇവരെ ആദ്യമായിട്ട് കാണുന്നതെന്നും നടന്നത് ഗുണ്ടാപ്പിരിവല്ലെന്നും ഗുണ്ടാപ്പിരിവാണെങ്കിൽ ഇവർ നേരിട്ട് സംസാരിക്കുമായിരുന്നുവെന്നുമാണ് ഉടമ വ്യക്തമാക്കുന്നത്. കേസിലെ മുഴുവൻ പ്രതികളെ പിടികൂടിയിട്ടില്ല എന്നും ഉടമ പറയുന്നുണ്ട്. സംഭവത്തിൽ തന്റെ മൊഴി എടുത്തിട്ടില്ലെന്നും ഉടമ വ്യക്തമാക്കി. പോലീസും ഗുണ്ടകളും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടാണെന്നും ഉടമ പറഞ്ഞു. സംഭവത്തിൽ ഇതുവരെ 2 പ്രതികളെ മാത്രമേ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ എന്നും ബാക്കി പ്രതികളെ വേഗം അറസ്റ്റ് ചെയ്യണമെന്നും ഉടമ ആവശ്യപ്പെട്ടു. ഫെബ്രുവരി 1 വൈകുന്നേരം 3 മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. സ്പായിലേക്ക് അതിക്രമിച്ചു കയറിയ യുവാക്കൾ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളോട് അപമര്യാദയെ പെരുമാറുകയായിരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. കാപ്പ കേസ് പ്രതി സുബിനെതിരെയാണ് ഇവർ പരാതി നൽകിയത്. 6 അംഗ സംഘമായിരുന്നു ഈ സ്പായിൽ അതിക്രമിച്ചു കയറിയത്. 40,000 രൂപ മുതൽ 50,000 രൂപ വരെ പിരിവാണ് ഇവർ ആവശ്യപ്പെട്ടത്. ആദ്യഘട്ടത്തിൽ പരാതി നൽകുവാൻ യുവതികൾ തയ്യാറായില്ല. പിന്നീട് പോലീസ് ധൈര്യം നൽകുന്നതിന് പിന്നാലെ ഒരു യുവതി കാര്യങ്ങൾ തുറന്നു പറയുകയായിരുന്നു. തന്നെ ബലാത്സംഗം ചെയ്തുവെന്നാണ് ഈ യുവതി തുറന്നു പറഞ്ഞത്. തുടർന്ന് സുബിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മരണ സുബിനും കൂട്ടാളികളും ഭീഷണി വഴക്കി ആദ്യമെത്തുന്നു. അതിനെ തുടർന്ന് വലിയ തർക്കം ഉടലെടുത്തു. പിന്നാലെയാണ് ഈ പെൺകുട്ടിയെ സ്പാ റൂമിലേക്ക് കൊണ്ടുപോകുന്നത്. തുടർന്ന് ക്രൂരമായി മർദ്ദിക്കുകയും കഴുത്തിൽ കത്തിവെച്ച് കട്ടിലിൽ കിടത്തി വസ്ത്രങ്ങൾ മാറ്റി ക്രൂര പീഡനം നടത്തുകയും ചെയ്യുന്നു. ഈ സമയത്ത് മറ്റു ജീവനക്കാർ ഉണ്ടായിരുന്നുവെങ്കിലും അവരാരും ഇവിടേക്ക് എത്തിയില്ല. വാവിട്ട് നിലവിളിച്ച് സഹായം അഭ്യർത്ഥിച്ചിട്ടും ആരും ചെവി കൊണ്ടില്ല. അവിടെ എത്തിയ കസ്റ്റമറെയും ഉപദ്രവിച്ചു. കസ്റ്റമർക്കൊപ്പം കെടുത്തി നഗ്ന ചിത്രങ്ങൾ പകർത്തി. ക്രൂര പീഡനങ്ങൾക്കൊടുവിൽ അതിജീവിത ഇറങ്ങി വരുമ്പോൾ കണ്ടത് ഈ കൊട്ടേഷൻ ടീമുകൾക്കൊപ്പം ഈ ജീവനക്കാർ ഇരിക്കുന്നതാണ്. അതിജീവിത പറയുന്നത് ഇതിൽ ഗുണ്ടാപ്പിരിവ് നടന്നു, അതിനൊപ്പം തന്നെ കൊട്ടേഷനും നടന്നു. ഇതിൽ സുബിൻ തന്നെ പറയുന്നുണ്ട് നടക്കുന്നത് കൊട്ടേഷനാണ് എന്ന്. കൊട്ടേഷൻ ആയതുകൊണ്ട് സെന്റിമെന്റ്സ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ പീഡനമുണ്ടാകും. തന്നെ ഒരു പെങ്ങളായി കണ്ടുകൂടെ എന്ന് സ്പാ ജീവനക്കാരി ചോദിക്കുമ്പോൾ ഇത്തരത്തിലൊരു സ്ത്രീയെ പെങ്ങളായി കാണേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ പെൺകുട്ടിയെ ക്രൂരമായി തന്നെ പീഡിപ്പിക്കുകയായിരുന്നു. ആ പെൺകുട്ടി ഇപ്പോൾ ചികിത്സ തേടുകയാണ്. ഇപ്പോഴും ക്രൂര പീഡനത്തിന്റെ ശാരീരികവും മാനസികവുമായ വേദനകൾ പേറിയാണ് ആ പെൺകുട്ടി കഴിയുന്നത്. മരണ സുബിൻ എന്ന സുബിൻ അലക്സാണ്ടർക്കെതിരെ വീണ്ടും കാപ്പ് ചുമത്തുവാനാണ് പോലീസ് നീക്കം. കാപ്പ നിയമപ്രകാരം 6 മാസത്തെ കരുതൽ തടങ്കലിന് ശേഷം കഴിഞ്ഞ മാർച്ചിലാണ് ഇയാൾ പുറത്തിറങ്ങിയത്. കുറ്റകൃത്യങ്ങൾ തുടരുന്നതിനാലാണ് കടുത്ത നടപടിക്ക് ആലോചിക്കുന്നത്. പോലീസിന്റെ റഡാറിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു കൊടും ക്രിമിനലാണ് ഈ തിരുവല്ലയിലെ സ്പാ ജീവനക്കാർക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതി. 1ഉം 2ഉം കേസുകളല്ല മരണ സുബിൻ എന്ന കൊടും ക്രിമിനലിന്റെ പേരിലുള്ളത്. സുബിന്റെ കുറ്റപ്പുഴയിലെ വീട്ടിലെത്തിയ പോലീസുകാർക്ക് കാണേണ്ടി വന്നതും നാടകീയ രംഗങ്ങളായിരുന്നു. 4 നായകളെ പോലീസിന് നേരെ അഴിച്ചുവിട്ട ശേഷം നേരെ പടികളില്ലാത്ത ടെറസിൽ പോയി കുത്തിയിരുന്നു. നായകളെ പൂട്ടിയിടുവാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും സുബിൻ കൂട്ടാക്കിയില്ല. ടെറസിൽ ഇരുന്നു കൊണ്ട് വാടാ പോലീസ് എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു. 10 മിനിറ്റോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് മരണ സുബിൻ അടുത്തേക്ക് പോലീസിന് എത്തുവാൻ കഴിഞ്ഞത്. അപ്പോഴും സുബിൻ കഞ്ചാവ് ഉപയോഗിച്ചിരുന്നതായാണ് വിവരം. ഇതിനിടെ SI ഉണ്ണികൃഷ്ണനും CPO അഭിലാഷനും നായയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു.